യൂണിറ്റിൻ്റെ റിവിഷൻ മൊഡ്യൂളാണ് ഈ വീഡിയോയിലൂടെ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആശയങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരം എഴുതാൻ സാധിക്കുന്ന ഒരു പാഠഭാഗമാണിത്. കൂടാതെ നമ്മുടെ SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഭാഗത്തിൽ പെടുന്നതുമായ, അതായത് 2, 3, 4, 5 മാർക്കുകൾ ഉൾപ്പെടുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യമായി അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ചിത്രത്തിൽ AB വ്യാസവും C വൃത്തത്തിലെ ഒരു ബിന്ദുവുമാണ്. അതുകൊണ്ട് തന്നെ കോൺ ACB 90 ഡിഗ്രി ആണെന്ന് കാണാം. അതായത് AB is the diameter of the circle and C is a point on this circle. So angle ACB is equal to 90 degree. സിയുടെ സ്ഥാനം വൃത്തത്തിന് വെളിയിലായാൽ ആ ബിന്ദു D എന്ന് കരുതുക. ഇതിൽ നിന്നും ആംഗിൾ ADB 90 ഡിഗ്രിയേക്കാൾ കുറവാണെന്ന് മനസ്സിലാക്കാം. If the point D is outside the circle, then angle ADB is less than 90 degree. അതുപോലെ സിയുടെ സ്ഥാനം വൃത്തത്തിനകത്തായാൽ ആംഗിൾ AEB ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. കോൺ AEBയുടെ അളവ് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഈ പാഠഭാഗത്തിലെ ഒരു പ്രധാന ആശയമാണ് ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളെല്ലാം തുല്യ അളവുള്ളവയാണ്. അതായത് ആംഗിൾസ് ഓൺ ദ സെയിം സെഗ്മെൻറ്റ് ആർ ഓൾവേസ് ഈക്വൽ മെഷർ. നമുക്ക് ചിത്രത്തിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചിത്രത്തിൽ AB എന്ന ഞാൻ വൃത്തത്തെ 2 ഖണ്ഡങ്ങളായി വിഭജിക്കുന്നു. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളാണ് കോൺ ACB, കോൺ ADB, കോൺ AEB എന്നിവ. കോൺ ACB സമം x ഡിഗ്രി ആയാൽ കോൺ ADB സമം കോൺ AEB സമം x ഡിഗ്രി ആയിരിക്കും. അതായത് ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളെല്ലാം തുല്യ അളവുള്ളവയാണ്. ദാറ്റ് ഈസ് AB is a chord. This chord divides the circle into 2 segments and angle ACB, angle ADB and angle AEB are the angles on the same segment. Also we can see that if angle ACB is equal to x degree, then angle ADB equal to angle AEB equal to x degree. That is, the angles belongs to the same segment are always equal. ചിത്രത്തിൽ AB എന്ന ഞാൻ 2 വൃത്തഖണ്ഡങ്ങളായി വൃത്തത്തെ വിഭജിക്കുന്നു. ഒരു വൃത്തഖണ്ഡത്തിലെയും അതിൻ്റെ എതിർ വൃത്തഖണ്ഡത്തിലെയും കോണുകളാണ് കോൺ ADBയും കോൺ ACBയും. കോൺ ADB പ്ലസ് കോൺ ACB സമം 180 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അതായത് x പ്ലസ് y is equal to 90 degree. That is, the chord AB divides the circle into 2 segments and the sum of angles on a segment and its complementary segment are always 180 degree. That is, these 2 angles are supplementary. ത്രികോണം എന്ന ആശയമാണ് ഈ ചിത്രത്തിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതായത് സെൻട്രൽ ആംഗിൾ ABCD are points on the circle and O is the center of the circle. ABCD എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളും O വൃത്തകേന്ദ്രവുമാണ്. ചാപം ABCയുടെ കേന്ദ്രകോണാണ് കോൺ AOC. കോൺ AOCയുടെ അളവ് x ഡിഗ്രി ആയാൽ കോൺ ADC, അതായത് ABC എന്ന ചാപത്തിലെ മറുചാപത്തിൽ ഉള്ള കോണാണ് കോൺ ADC. ഈ കോൺ ADCയുടെ അളവ് എക്സിൻ്റെ പകുതിയായിരിക്കും, x/2 ആയിരിക്കും. ദാറ്റ് ഈസ് angle AOC is the central angle of the arc ABC and its complementary arc is arc ADC, and angle ADC is inscribed in arc ADC. Therefore, we have the measure of arc ADC is always half of the central angle of arc ABC. ചിത്രത്തിൽ ABCD എന്നിവ വൃത്തത്തിലെ 4 ബിന്ദുക്കളാണ്. അതോടൊപ്പം ഈ 4 ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ നമുക്കൊരു ചതുർഭുജവും ലഭിക്കുന്നു.
ഈ ചതുർഭുജത്തെയാണ് നമ്മൾ ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. അതായത് ഒരു ചതുർഭുജത്തിൻ്റെ ശീർഷങ്ങളെല്ലാം വൃത്തത്തിലെ ബിന്ദുക്കളായാൽ ഇത്തരം ചതുർഭുജങ്ങളെയാണ് ചക്രീയ ചതുർഭുജങ്ങൾ എന്ന് പറയുന്നത്. കോൺ ഡി പ്ലസ് കോൺ ബി സമം എക്സ് പ്ലസ് വൈ സമം 180 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കോൺ എ പ്ലസ് കോൺ സിയും 180 ഡിഗ്രി ആയിരിക്കും. അതായത് ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർശീർഷ കോണുകൾ അനുപൂരകങ്ങളാണ്. ABCD are points on the circle and at the same time ABCD is a quadrilateral. This type of quadrilateral is known as cyclic. That is, if all the four vertices of a quadrilateral are points on a circle, that is known as a cyclic quadrilateral. And we know that angle D plus angle B is equal to 180 degree. That is, x plus y is equal to 180 degree. So angle A plus angle C is also equal to 180 degree. This means that the opposite angles, sum of opposite angles of a cyclic quadrilateral are always supplementary. വൃത്തത്തിനകത്തുള്ള രണ്ട് ഞാണുകൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഗണിക്കുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന പ്രത്യേകതകളാണ് ഇനി നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. That is, if two chords inside the circle intersect in different situations are explained below. ചിത്രത്തിൽ എ ബി സി ഡി എന്നീ ഞാണുകൾ പി എന്ന ബിന്ദുവിൽ ഖണ്ഡിക്കുന്നു. അതായത് നാം മനസ്സിലാക്കിയിട്ടുണ്ട് എ പി ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. ദാറ്റ് ഈസ് ദ കോഡ്സ് എ ബി ആൻഡ് സി ഡി ഇൻ്റർസെക്റ്റ് അറ്റ് പി, ദെൻ വി ഹാവ് പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. മറ്റൊരു വസ്തുത നാം ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് എ പി പി ബി എന്നിവ അളവുകളായി വരുന്ന ഒരു ചതുരത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും പി സി പി ഡി എന്നിവ അളവുകളായി വരുന്ന മറ്റൊരു ചതുരം. ദാറ്റ് ഈസ് ദ റെക്റ്റാങ്കിൾ ഡ്രോൺ വിത്ത് മെഷേഴ്സ് എ പി ആൻഡ് പി ബി have the area equal to another rectangle drawn with measures PC and PD. ഇതേ ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് നാം ഒരു ചതുരത്തിന് തുല്യ പരപ്പളവുള്ള മറ്റൊരു ചതുരം വരയ്ക്കുന്നത്. ദാറ്റ് ഈസ്, യൂസിങ് ദി സെയിം ഐഡിയ വി ഹാവ് ടു കൺസ്ട്രക്റ്റ് എ റെക്റ്റാങ്കിൾ വിത്ത് ദ സെയിം ഏരിയ ഓഫ് അനദർ റെക്റ്റാങ്കിൾ. ചിത്രത്തിൽ എ ബി സി ഡി എന്നീ ഞാണുകൾ വൃത്തത്തിന് പുറത്ത് ഖണ്ഡിച്ചിരിക്കുന്നു. ഇവിടെയും പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി ആണ്. അതായത് ദ കോഡ്സ് എ ബി ആൻഡ് സി ഡി intersect at P outside the circle, then also we can see that PA into PB equal to PC into PD. നേരത്തെ പറഞ്ഞ അതേ സവിശേഷത ഇവിടെയും നിലനിൽക്കുന്നു. അതായത് പി എ പി ബി എന്നീ അളവുകൾ വശങ്ങളായ ചതുരത്തിൻ്റെ പരപ്പളവ് പി സി പി ഡി എന്നീ വശങ്ങൾ അളവുകളായ ചതുരത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. ഇഫ് വി ഡ്രോ rectangle with measures PA and PB and another rectangle with measures PC and PD, these two rectangles have the same area. ചിത്രത്തിൽ എ ബി സി ഡി എന്നീ ഞാണുകൾ വൃത്തത്തിനകത്താണ് ഖണ്ഡിക്കുന്നത്. എ ബി വൃത്തത്തിലെ വ്യാസമാണ്. അതുപോലെ തന്നെ സി ഡി എന്ന ഞാൺ എ ബിക്ക് ലംബവുമാണ്. ഇവ തമ്മിൽ ഖണ്ഡിക്കുന്ന ബിന്ദു പി ആണെന്നിരിക്കട്ടെ. ഇവിടെയും പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണെന്ന് കാണാം. പി സി സമം പി ഡി ആയതുകൊണ്ട് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്നെഴുതാം. അതായത് മറ്റൊരാശയം കൂടി നാം ഇവിടെ മനസ്സിലാക്കുകയാണ്. പി എ പി ബി എന്നീ അളവുകൾ വശങ്ങളായ ചതുരത്തിന് തുല്യ പരപ്പളവായിരിക്കും പി സി എന്ന വശം ആയി വരുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ്. ദാറ്റ് ഈസ്, ഹിയർ എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ
and CD is perpendicular to AB and intersect at P. Then also we have PA into PB equal to PC into PD. Since PC equal to PD, we have PA into PB equal to PC square. Also we want to understand that if we draw a rectangle with the sides as PA and PB, then the area of that rectangle is always equal to a square drawn with the side PC. ഈ യൂണിറ്റിലെ പ്രധാന ആശയങ്ങളെല്ലാം നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ചില ചോദ്യങ്ങൾ, അതായത് സ്ഥിരം SSLC പരീക്ഷയ്ക്ക് നാം ഉപയോഗിക്കുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സ്ക്രീനിൽ കാണുന്ന ചോദ്യം ശ്രദ്ധിക്കുക. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും കോൺ A സമം 60 ഡിഗ്രിയും ആണ് എങ്കിൽ കോൺ BOD, കോൺ BCD എന്നിവയുടെ അളവുകൾ കാണുക. That is, in the figure, O is the center of the circle and angle A is equal to 60 degree. Then find angle BOD and angle BCD. ചിത്രത്തിൽ BAC സമം 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺ BOD കേന്ദ്രകോണായതുകൊണ്ട് 120 ഡിഗ്രി. അതായത് കോൺ BAC is equal to 60 degree. Therefore, angle BOD is equal to 2 into angle BAC, that's equal to 120 degree. മറ്റൊരു കോൺ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ BCD ആണ്. ആംഗിൾ BCD ആൻഡ് ആംഗിൾ BAD ആർ സപ്ലിമെൻ്ററി. അതായത് BCD എന്ന് പറയുന്ന കോണും BAD എന്ന കോണും അനുപൂരകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ BCD ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ BAD, ദാറ്റ്സ് ഈക്വൽ ടു 180 മൈനസ് 60, ദാറ്റ്സ് ഈക്വൽ ടു 120 ഡിഗ്രി. അടുത്ത ഒരു ചോദ്യം നിർമ്മിതിയുമായി ബന്ധപ്പെട്ടതാകട്ടെ. പരിവൃത്ത ആരം 3 സെൻറ്റിമീറ്ററും കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കുക. അതായത് ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ഇൻട്രേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദ ആംഗിൾസ് 50 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. ആദ്യമായി 3 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. പിന്നെ നമുക്കറിയാമല്ലോ 50 ഡിഗ്രി 60 ഡിഗ്രി വീതമാണ് ത്രികോണത്തിൻ്റെ കോണളവുകൾ. അതുകൊണ്ട് തന്നെ കേന്ദ്രകോണിൽ നിന്ന് 120 ഡിഗ്രിയും 100 ഡിഗ്രിയുമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു ആരം വരച്ച് വൃത്തകേന്ദ്രത്തിൽ നിന്ന് 100 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഈ ആരത്തിൽ നിന്നും വീണ്ടും 120 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇപ്പോൾ നമുക്ക് ത്രികോണത്തിൻ്റെ ശീർഷങ്ങളായി വേർട്ടിസസ് ഓഫ് ദ ട്രയാങ്കിൾ നമുക്കിപ്പോൾ ലഭിച്ചു. ഇനി ഒന്നാമതായി വൃത്തത്തിൽ ലഭിച്ച ബിന്ദുവിൽ നിന്ന് രണ്ടാമത്തെ ബിന്ദുവിലേക്കും രണ്ടാമതായി ലഭിച്ച ബിന്ദുവിൽ നിന്ന് മൂന്നാമത്തെ ബിന്ദുവിലേക്കും മൂന്നാമത്തെ ബിന്ദുവിൽ നിന്ന് വീണ്ടും ഒന്നാമത്തെ ബിന്ദുവിലേക്കും യോജിപ്പിക്കുക. ഈ കോണളവ് 100 ഡിഗ്രിയും ഇവിടെ 120 ഡിഗ്രിയും ആണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ
ത്രികോണത്തിലെ ഈ കോണളവ് 60 ഡിഗ്രിയും ഈ കോണളവ് 50 ഡിഗ്രിയുമാണ്. ഇപ്പോൾ നമുക്ക് ABC എന്ന ത്രികോണത്തിന് കോണളവുകൾ 50 ഡിഗ്രി 60 ഡിഗ്രി വീതവും അതുപോലെ പരിവൃത്ത ആരം 3 സെൻറ്റിമീറ്ററുമായി ലഭിച്ചിരിക്കുന്നു. അടുത്തതായി സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചിത്രത്തിൽ PA = 3 സെൻറ്റിമീറ്റർ, AB = 9 സെൻറ്റിമീറ്റർ, PC = 4 സെൻറ്റിമീറ്റർ ആയാൽ CD-യുടെ നീളം എത്ര? In the figure, PA = 3 centimeter, AB = 9 centimeter, PC = 4 centimeter. Then what is the length of CD? ചിത്രത്തിൽ PA = 3 സെൻറ്റിമീറ്റർ, AB = 9 സെൻറ്റിമീറ്ററും PC = 4 സെൻറ്റിമീറ്ററും ആയാൽ CD ആണ് കണക്കാക്കാനുള്ളത്. ഈ ചോദ്യത്തിൽ നമുക്കറിയാം ABCD എന്നീ ഞാണുകൾ വൃത്തത്തിൻ്റെ പുറമേയുള്ള P എന്ന ബിന്ദുവിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് PA × PB = PC × PD. ഇവിടെ PAയുടെ നീളം തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ. 3 × PB നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. PA 3, AB 9. PBയുടെ നീളം 12 സെൻറ്റിമീറ്റർ സമം PCയുടെ നീളവും തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ ഇൻറ്റു PDയുടെ നീളമാണ് CD-യുടെ നീളമാണ് കണ്ടെത്താനുള്ളത്. ആദ്യമായി നമ്മൾ PDയുടെ നീളം കണ്ടെത്തുക. ഇനി PD = PC + CD ആണെന്ന് കാണാം. PC + CD ആണെന്ന് കാണാം. അതായത് PD = PCയുടെ നീളം 4 സെൻറ്റിമീറ്റർ, 4 + CD. ഇതിൽ നിന്നും 3 × 12 3 × 12 = 4 × 4 + CD ആണെന്ന് കാണാം. ദാറ്റ് ഈസ് 3 × 12/4 = 4 + CD. ഇതിൽ നിന്നും 3 × 3 = 4 + CD. അതായത് 9 - 4 = CD ആണെന്ന് കാണാം. CD = 5 സെൻറ്റിമീറ്റർ. ഒരു ചോദ്യവും കൂടി നമുക്ക് ചെയ്തു നോക്കാം. അതായത് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരം നിർമ്മിക്കുക. ഈ ചതുരത്തിന് തുല്യ പരപ്പളവുള്ള ഒരു സമപാർശ്വ ത്രികോണം നിർമ്മിക്കുക. ദാറ്റ് ഈസ് construct a rectangle of area 12 centimeter square and construct an isosceles triangle with the same area of this rectangle. 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഏരിയയുള്ള ഒരു ചതുരം, അതായത് റെക്റ്റാങ്കിളാണ് നമുക്കിവിടെ വരയ്ക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ഈ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിന് 12ൻ്റെ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങളായിട്ടുള്ള സംഖ്യകളാണ് നാം നീളവും വീതിയുമായിട്ട് എടുക്കുന്നത്. ഇവിടെ ഞാൻ 6 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്റ്റാങ്കിളാണ് വരച്ചിരിക്കുന്നത്. ഇനി ഈ റെക്റ്റാങ്കിളിന് തുല്യ പരപ്പളവുള്ള വിത്ത് ദ സെയിം ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ ഡ്രോ എൻ ഐസോസിലസ് ട്രയാങ്കിൾ. തുല്യ പരപ്പളവുള്ള ഒരു സമപാർശ്വ ത്രികോണം, അതാണ് വരയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനായി ആദ്യമായി നാം ഈ റെക്റ്റാങ്കിളിന് അല്ലെങ്കിൽ ചതുരത്തിന് തുല്യ പരപ്പളവുള്ള ഈക്വൽ ഏരിയയുള്ള ഒരു സ്ക്വയർ നിർമ്മിക്കണം, ഒരു സമചതുരം നിർമ്മിക്കേണ്ടതായുണ്ട്. അതിനായി റെക്റ്റാങ്കിളിൻ്റെ നീളം അല്പം നീട്ടി വരയ്ക്കുക. പിന്നീട് റെക്റ്റാങ്കിളിൻ്റെ വീതി എത്രയാണെന്ന് കോമ്പസിലെടുത്ത് ആ വീതി ബ്രെഡ്ത്ത് നിങ്ങൾ ലെങ്ത്തിനോട് കൂടി ചേർക്കുക. സപ്പോസ് ദ പോയിൻറ്റ്സ് ആർ A, B and C. അടുത്തതായി AC-യുടെ മധ്യബിന്ദു കണ്ടെത്തണം. അതിനായി മധ്യലംബം വരയ്ക്കുക. ടു ഫൈൻഡ് ദി മിഡ് പോയിൻ്റ് ഓഫ് AC, we have to draw the
പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ എ സി. അതിനുവേണ്ടി സിയിൽ നിന്ന് എ സിയുടെ നീളത്തിൻ്റെ പകുതിയേക്കാൾ കൂടുതലെടുത്ത് ഒരു ചാപം വരയ്ക്കുക. അതേ ആരത്തിൽ എ എന്ന ബിന്ദുവിൽ നിന്നും മറ്റൊരു ചാപവും വരയ്ക്കുക. Take more than half of AC as radius, then draw an arc from the point A and from the point C. Joining the intersecting points of the arc, we have a line which is the perpendicular bisector passing through the midpoint of the line AC. ഈ ചാപങ്ങൾ കൂട്ടിമുട്ടിയ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചാൽ കിട്ടുന്നത് മധ്യലംബമായിരിക്കും. അത് എ സിയെ മധ്യബിന്ദുവിൽ ഗണിക്കുന്നു. ഈ മധ്യബിന്ദു കേന്ദ്രമാക്കി നാം എ വരെയുള്ള അകലം ആരമെടുത്ത് ഒരു അർദ്ധവൃത്തം വരയ്ക്കുക. ടേക്ക് റേഡിയസ് ആസ് the length from A to the midpoint of AC, then draw a semicircle like this. അടുത്തതായി റെക്റ്റാങ്കിളിൻ്റെ വീതിയിൽ നിന്ന് ഒരു ലംബം അർദ്ധവൃത്തത്തിലേക്ക് വരയ്ക്കുക. ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം the breadth of the rectangle to the semicircle. Suppose the point is D. Then BD is the length of a side of our square. നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ബി ഡിയുടെ നീളമാണ്. ചതുരം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി ഈ ബി ഡിയുടെ നീളം കോമ്പസിലെടുത്ത് എ സി എന്ന വശത്തിൽ ചാപം വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ ശീർഷം ലഭിക്കുന്നു. വീണ്ടും അതേ ആരത്തിൽ ചാപം വരയ്ക്കുക. ഡിഇയിൽ നിന്നും ചാപം വരയ്ക്കുക. അതുപോലെ ഡിയിൽ നിന്നും ചാപം വരച്ചാൽ നാലാമത്തെ ശീർഷവും ലഭിക്കുന്നു. Take the length BE on the compass, then draw an arc from E to the upper side. Also draw an arc from D. The intersecting point of the arcs is the fourth vertex of the square. Then joining these points, we can have a square with the same area of this rectangle. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സമചതുരം ഈ ചതുരത്തിൻ്റെ തുല്യ പരപ്പളവുള്ള ഒരു സമചതുരമാണ്. അടുത്തതായി നാം ചെയ്യേണ്ടത് ഇതേപോലെ ഒരു സമചതുരം തൊട്ടടുത്തും വരയ്ക്കുക. ഈ പോയിന്റിന് എഫ് എന്ന് കൊടുക്കാം. അതിനായി ബി സിയുടെ നീളം നീട്ടി വരയ്ക്കാം. ഇനി ഒരു വശം വീണ്ടും കോമ്പസിലെടുക്കുക. ഇ എന്ന ബിന്ദുവിൽ നിന്ന് ഒരു ചാപം വരയ്ക്കുക. രണ്ടാമത്തെ ചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ അടുത്ത ബിന്ദു വെർട്ടെക്സ് അല്ലെങ്കിൽ ശീർഷം ലഭിക്കുന്നു. അവിടെ നിന്നും വീണ്ടും ഇതേ ആരത്തിൽ നാം ജി എഫ് എന്നീ ബിന്ദുക്കളിൽ നിന്ന് ചാപം വരച്ചാൽ നാലാമത്തെ ശീർഷവും ലഭിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഫോർത്ത് വെർട്ടെക്സ് ഓഫ് ദി സ്ക്വയർ ഈസ് ഒബ്റ്റെയിൻഡ്. ഈ ലഭിച്ചിരിക്കുന്ന സമചതുരം എന്നത് ആദ്യം വരച്ച അതേ സമചതുരത്തിൻ്റെ പരപ്പളവ് തന്നെയാണെന്ന് നമുക്കറിയാം. ഇനി ബി എഫ്
ജി എഫ് എന്നിവ യോജിപ്പിച്ചാൽ ബി എഫ് ജി എഫ് join BF and GF, then we have a triangle BFG. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ത്രികോണം BFG എന്ന് പറയുന്നത് ഈ ആദ്യം വരച്ച ചതുരത്തിൻ്റെ തുല്യ പരപ്പളവുള്ള ഒരു സമപാർശ്വ ത്രികോണമാണ്. അതായത് the triangle BFG is an isosceles triangle with the same area of the rectangle with the sides 2 cm and 6 cm.